മാളയിൽ അനധികൃതമായി കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റി മണ്ണിട്ട് നികത്തി. നികത്തിയ ഭൂമിയിൽ തെങ്ങിൻ തൈകൾ വച്ചത് ജനങ്ങളെ കബളിപ്പിക്കാനെന്നും ആക്ഷേപം. മാള KSRTC ഡിപ്പോയ്ക്ക് സമീപം പൊയ്യ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂമിയിലാണ് നികത്തൽ നടത്തിയിരിക്കുന്നത്. രാത്രിയുടെ മറവിൽ അവധി ദിവസങ്ങൾ നോക്കി ടോറസ് പോലുള്ള വലിയ വാഹനങ്ങളിലാണ് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ നികത്തിയിരിക്കുന്നത്. അനധികൃതമായി കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് മണ്ണിട്ട് നികത്തി തെങ്ങിൻ തൈകൾ വെച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും വിഷയത്തിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായി പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് മീഡിയ ടൈമിനോട് പറഞ്ഞു. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരു മണ്ണിട്ട് നികത്തിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത അറിയാൻ സാധിച്ചത്. ഇവിടെ വന്ന് ഇന്നിപ്പോൾ സ്ഥലം പരിശോധിച്ചപ്പോൾ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തോടടക്കമുള്ള ഭാഗം മണ്ണിട്ട് നികത്തി എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ ചെറിയ തെങ്ങിൻ തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിനിതുവരെ തരം മാറ്റങ്ങളോ ഇതിൻ്റെ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഇത് ആളുകളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രിക്ക് രാത്രി ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഇതൊന്നും ഈ പഞ്ചായത്തിൻ്റെ അകത്ത് നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇതിനെതിരെ കൃത്യമായ നടപടിയും റിപ്പോർട്ടും തയ്യാറാക്കി നൽകാൻ കൃഷി ഓഫീസർക്കും വില്ലേജ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. നിയമാനുസൃതമായ നടപടികളൊന്നും സ്വീകരിക്കാതെ ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റപ്പെടാത്ത ഭൂമിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹക്കീം ഇക്ബാൽ പറഞ്ഞു. KSRTC സ്റ്റാൻഡിലൂടെ വലിയ തോതിലുള്ള മണ്ണുമായുള്ള വാഹനം കടത്തിക്കൊണ്ടുവന്നാണ് ഈ പ്രദേശം നികത്തിയത്. ഈ പ്രദേശം നികത്തുന്നതിന് നിയമാനുസൃതമായ ഒരു നടപടിയും ഇവർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റപ്പെടാത്ത ഈ ഭൂമിയാണ് ഇവർ തൊട്ടടുത്ത് പറമ്പിലുള്ള തോടുൾപ്പെടെ ഇവിടേക്ക് വേലിയേറ്റവും വേലിയിറക്കവും കടന്നു വരുമ്പോൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ ചാലുൾപ്പെടെ നികത്തിക്കൊണ്ട് കടന്നു പോകുന്നു. ഇതിന് ഇവിടുത്തെ ഉന്നതരായിട്ടുള്ള ജനപ്രതിനിധികളെയും അധികാരികളുടെയും വലിയ ഒത്താശയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ പൊയ്യ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കാൻ പറഞ്ഞ് നിർദ്ദേശം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന് മുകളിലുള്ള MLA ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പാർട്ടി കേന്ദ്രങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു മുതലെടുപ്പാണ്, ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുതലെടുപ്പാണ് ഈ മണ്ണിട്ട് നികത്തുന്ന ഈ കേന്ദ്രത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ തൊട്ടടുത്ത ദിവസം തെങ്ങിൻ തൈകൾ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഇത് കബളിപ്പിക്കാനാണ് ജനങ്ങളെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധവും പോരാട്ടവും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. MLA ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടി കേന്ദ്രങ്ങളിലെ ഒത്താശയോടെയാണ് ഇത്ര നിയമലംഘന പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നതെന്നും ഹക്കീം ആരോപിച്ചു. മീഡിയ ടൈം, മാള.